അടിപൊളി മുതലേ നമ്മൾ അച്ചായന്മാരുടെ സ്റ്റൈൽ അടിപൊളിയായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കാൻ പോണ്. എന്നാൽ പിന്നെ നമുക്ക് പിന്നെ അമ്മച്ചേ പോയി മീൻകറി തിളക്കൽ കണ്ട എന്ത് സെറ്റാണ് നോക്കിയാൽ പൊളിച്ചു പറഞ്ഞാൽ പൊളിച്ചു മീൻകറി. അടിപൊളി മുതലേ. അയ്യോ ജീവനോടെ വെള്ളത്തിട്ട് വെച്ചിട്ട് പോയതാണ്. കടയടച്ച് വന്നിട്ട് നമ്മൾ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് സാധനം നോക്കി അടിപൊളി രോഹു നല്ല ജീവനോടെ കിട്ടിയപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. അവനിപ്പോൾ വെള്ളത്തിലെടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ പോയിട്ടോ. അപ്പോൾ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അടിപൊളി രോഹു കിട്ടിയിട്ടുണ്ട്, ജീവനുള്ളത് കിട്ടിയാണ്. ഇപ്പോൾ ആൾ പോയി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അച്ചായന്മാരുടെ സ്റ്റൈലിൽ അടിപൊളി കൊടമ്പുളി ഇട്ടിട്ട് അടിപൊളിയായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കാൻ പോണ്. എന്നാൽ പിന്നെ നമുക്ക് പിന്നെ അമ്മച്ചേ പോയി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ബെല്ല പോടാ നോ 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 ബെല്ല പോടാ നോ ഇരിക്കി വെയിറ്റ്. ബെല്ലയും വെയിറ്റിംഗ് ആണ്. അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ഓക്കെ. അപ്പോൾ നമ്മൾ നേരെയാക്കുന്നവരെ വെല്ലയും വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ വേഗം നേരെയാക്കി എടുക്കട്ടെ. ഇനി സമയം കളയുന്നില്ല. എന്താ വെച്ചാൽ മഴ നല്ല ലെവലിൽ തൂങ്ങി നിൽക്കുന്നുണ്ടേ. വെയിറ്റ് അപ്പോൾ വെല്ല വെയിറ്റിംഗ് തന്നെയാണ് കേട്ടോ. വെല്ല നമ്മുടെ മീൻ നേരെയാക്കി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാൾ പറഞ്ഞാൽ കേൾക്കണ നല്ല കുട്ടിയാണ്. അയ്യടാ മീൻ നേരെയാക്കിയത്. അയ്യടാ നമ്മുടെ പാത്രത്തിൽ നമ്മുടെ മീൻ സെറ്റാക്കി വെച്ച് കഴുകി വെച്ചിരിക്കണം. 3-4 പ്രാവശ്യം നന്നായി ചന്തത്തിൽ കഴുകി വെച്ചാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളി അലുവ പീസ് പോലെ ഇരിക്കുന്നുണ്ടോ ഒരു രോഹു കഷ്ണം കണ്ടോ, നല്ല സൂപ്പർ കഷ്ണമാണ്. അപ്പോൾ ഇതിന് നമ്മളിഞ്ഞ് എടുത്ത് കറിയാക്കാൻ പോകണം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കുടംപുളി ഇട്ടാണ് വയ്ക്കുന്നത്. കുടംപുളി നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കുടംപുളി തിളപ്പിച്ച് വേറെ ചൂടുവെള്ളം നന്നായി തിളപ്പിച്ച് വേറെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതാണ് നമ്മുടെ മീൻ സെറ്റ് ചെയ്യാൻ പോകണേ. നമ്മുടെ കോഴിയുടെ ബാക്ക്ഗ്രൗണ്ട് അയ്യട എല്ലാത്തിലും. അപ്പോൾ നമ്മൾ സെറ്റിങ് 1 എടുത്തു. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റാൾക്കാർ കഴിയുമ്പോൾ ഇങ്ങനെയാണ് ആക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണം കേട്ടോ. അയ്യോ ഇതിനെന്താ സാധനം ഈശ്വര. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടുതൽ വേണ്ട. അപ്പോൾ നമ്മുടെ ഏകദേശം ചൂടായിട്ടുണ്ട് തോന്നും വേണ്ട. അപ്പോൾ നമ്മളതിലേക്ക് ഉലുവിട്ട് കൊടുക്കണം. ഇഞ്ചിട്ട് കൊടുക്കണം. ഇതിലോട്ട് ഇഞ്ചിട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി അതുപോലെ സവാള ഇട്ട് കൊടുക്കണം. നമ്മുടെ നിരനിരയായിട്ട് നമ്മുടെ കോഴിക്കുട്ടന്മാരെല്ലാം അതിൽ നല്ല ചന്തത്തിൽ നിൽക്കുകയാണ്. അവന്മാർ മഴയും കാര്യങ്ങളൊക്കെ പെയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. വരിവരിയായി നിൽക്കുന്ന സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ ഒരു ചൂടാണ്. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവാണ്. ആയതിനു ശേഷം അടിപൊളി സെറ്റായിക്കൊണ്ടിരിക്കുന്ന സംഭവം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, സവാള, വെന്തയം, ഉലുവയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നമ്മുടെ കറിവേപ്പില ഇടുകയാണ് കേട്ടോ. കറിവേപ്പില ഇട്ടു. നല്ല അടിപൊളി മണം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞപ്പോൾ സെറ്റാക്കി കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഇനി നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി ഇടണം കളറിന്. നല്ല
ഇത് നമ്മൾ 2 പാക്കറ്റ് കുടംപുളി എടുത്ത് നമ്മുടെ തിളപ്പിച്ച് നല്ല അടിപൊളി തിളപ്പിച്ച് വെച്ച സാധനമാണ്. അപ്പോൾ ഇതിന് നമ്മളിത് ഒഴിക്കാൻ പോകുന്നു കേട്ടോ. ഇതാണ് കേട്ടോ കുടംപുളി. ഈ കുടംപുളി നമ്മളിതിലിടാം. ഓ ഭയങ്കരമായ ചുമ. നമ്മുടെ സകല പരിപാടിയും കഴിഞ്ഞ് ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പിടാതിന് നമുക്ക് പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കിട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതെങ്ങനെയൊക്കെ കഴിക്കട്ടെ. അപ്പം നമ്മുടെ മീൻ കറി അടുപ്പിൽ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തിളക്കട്ടെ എന്ന് പറഞ്ഞ് അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ തേങ്ങയൊക്കെ ചിരകിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതിന് പാല് പിഴിയാൻ പോവാണ്. പാല് പിഴിഞ്ഞതിൽ ഒഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി പോകണം കേട്ടോ. തേങ്ങ എടുത്തു മിക്സിയിലിട്ട് അടിക്കാൻ പോകണം. കൈ കൊണ്ട് തിരുമ്മി കൊടുത്തിട്ട് നമുക്ക് പിന്നെ പാലെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. മീൻ കറി നമ്മൾ തുറന്ന് നോക്കാൻ പോകണം. എന്തായി നോക്കട്ടെ കേട്ടോ. മറു പിടിക്കണം. അയ്യോ അടിപൊളിയായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓരോന്നോരോന്ന് വെച്ചാൽ കൊടുക്കാൻ പോവാണ്. ശരിക്കും നമുക്ക് ഇതിനുള്ള ഗ്രേവി പോരാ തോന്നില്ല. അവിടെ തേങ്ങാപ്പാൽ പൊടി പാലക്കാട്ട് കറി. അപ്പോൾ നമ്മൾ മീനിട്ട് കൊടുത്തു. ഇനി നന്നായി ഇളക്കിയിട്ടേ ഒന്ന് സെറ്റ്. ഇല്ല നമ്മുടെ ചട്ടി പോരാണ്ടാവും ഈശ്വര. ഇല്ല അവിടെ മീൻ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ 2-3 കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടേ ഇവന്മാരെ അടച്ച് വെക്കാൻ പോകണേ. അടച്ച് വെക്കാൻ പോകണം കേട്ടോ. ഇതാ പറയും പോലെ കറിയൊന്നും നോക്കണ്ടേ. പറയും പോലെ ചേട്ടായിമാരെ കറിയൊന്നും നമ്മൾ വെച്ചിട്ട് വന്നാണ്. ഒന്ന് തുറന്ന് നോക്കട്ടെ എന്തായി നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി പുളി ഒഴിച്ച് മീനൊക്കെ ഇട്ട് സെറ്റാക്കി അടച്ച് വെച്ചാണ്. അപ്പം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. തുറന്ന് നോക്കാം. ഈശ്വര കൊണ്ടു. ആടാ നല്ല ചന്തക്കാരൻ മീൻകറി എന്ന് പറഞ്ഞ പോലെ. ഇല്ല നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞാൽ എല്ലാ മീനും ഉടയും. ഇളക്കി കഴിഞ്ഞാൽ മൊത്തം ഉടയും, തവിട് കൂടിയാവും. അപ്പോൾ നമ്മൾ ഇളക്കുന്നില്ല. ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഇച്ചിരിയും കൂടി. അപ്പോൾ നമ്മൾ ഒന്ന് സെറ്റാക്കി നോക്കട്ടെ. ഒന്ന് ഇതാകട്ടെ കേട്ടോ. അതുകൊണ്ട് കയ്യിലും കൊണ്ട് ഇളക്കി മൊത്തം ഉടഞ്ഞ് തവിട് കൂടിയാവും. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടുപ്പിക്കാൻ വെക്കാൻ. അപ്പോൾ മീൻ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നത്. നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇളക്കുന്നില്ല. ഒന്ന് കുറച്ചും കൂടി സെറ്റായതിനു ശേഷം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒഴിക്കണ്ടേ ഒന്നും കൂടി നമ്മൾ അടച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തുറക്കാൻ പോകണം. നമ്മുടെ കറി തേങ്ങാപ്പാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കറി എന്തായി നോക്കട്ടെ കേട്ടോ. തുറക്കാം. ആടാ നല്ല സെറ്റായിട്ട് കറി വെന്ത് പാകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പാകപ്പെട്ടിട്ടുണ്ട് എന്നാ പറയുള്ളൂ. ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇളക്കുന്നില്ല കേട്ടോ. ഇളക്കുന്ന ചട്ടി നമ്മുടെ ചെറുതായി മീൻ കൂടിപ്പോയി. ചട്ടി ചെറുതാവും ചെയ്ത് മീൻ കൂടിപ്പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇളക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി മാറി. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകണം. ഓക്കെ. എന്താ കുഴപ്പമില്ല. നല്ല സെറ്റായിട്ട് മക്കളെ അടിപൊളി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മുടെ അടിപൊളി മീൻകറിയാണ്. മൊത്തം 2 കറിവേപ്പിലയും കൂടി എടുത്തിട്ട് പാടിയാ. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെടുക്കനൊരു തിളയും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കും. എന്തിനാ പറയുക, നമുക്ക് ഗ്രേവി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ചിലപ്പോൾ ദോശ അല്ലെങ്കിൽ മീൻ കറിയും പൊറോട്ടയും ചെയ്യില്ല. ദോശ പറ്റും. അവിടെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ച് കഴിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവിയോടുകൂടി സെറ്റാക്കിയാണ്. 2 കറിവേപ്പിലയും കൂടി ഭംഗിക്കട്ടെ. ജഗു എടുത്തിട്ട് പാടിയാ. ഇല്ല എടുത്തിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് വരുന്നു. അപ്പോൾ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. കറിവേപ്പില ഇടാം. ഇപ്പോൾ നമ്മൾ ഭംഗിക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല സെറ്റായിട്ടുണ്ടാവുമേ. നല്ല തൃശ്ശൂരുകാരുടെ അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ മീൻകറി റെഡി ആയി ഇരിക്കുകയാണ്. അടിപൊളിയായിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തൃശ്ശൂരുകാരൻ്റെ സ്റ്റൈലിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്.
ഇനി നമുക്ക് കഴിച്ചു നോക്കിയാൽ മാത്രം മതി. നമ്മളിനി ഇതിനെ ആദ്യം അടുപ്പിൽ നിന്ന് ഇറക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളെ മൺചട്ടിയിൽ മീൻ കറിയാണ് കേട്ടോ. ഔ എന്തൊരു ചൂട് ഈശ്വര. അപ്പോൾ മാസമായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. മീൻകറി തിളക്കൽ കണ്ട എന്ത് സെറ്റാണ് നോക്കിയാൽ. പൊളിച്ചു പറഞ്ഞാൽ പൊളിച്ചു മീൻകറി. അപ്പോൾ അവിടെ ഇരിക്കട്ടെ, നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ ഓക്കെ. അപ്പോൾ മനസ്സിന് സമാധാനമില്ല. നമ്മൾ നല്ല പുളപ്പം മീൻകറി ഇവിടെ വെച്ചിട്ട് നമുക്ക് വേഗം പോകാനൊരു ഇതില്ല. അപ്പോൾ നമുക്കൊരു ടേസ്റ്റ്, എന്തെങ്കിലും ഒരു ടേസ്റ്റ് അറിയണ്ടേ. അപ്പോൾ ഗ്രേവി നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. ഇളക്കുന്നില്ല, ഒരു സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുകയുള്ളൂ, അങ്ങനെ ഇളക്കില്ല. സൈഡിൽ നിന്ന് നമ്മൾ മീൻ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്രേവി എടുത്തിട്ട് ഇച്ചിരി നോക്കട്ടെ. മാസാണല്ലോ. സംഭവം പൊളിച്ചു മക്കളെ. ഉപ്പ് കൂടുതലുണ്ടല്ലോ. ഇല്ല, സംഭവം സെറ്റായിട്ട് നല്ല മീൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കല്യാണത്തിന് പോകണതുകൊണ്ട് ഞാൻ പോകണം. അപ്പോൾ മീൻ കറി അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മീൻ കറി വീഡിയോസ് സൺഡേ ഞായറാഴ്ച ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ലൈക്ക് ഈ ഷെയർ എന്നൊക്കെ പറയാറുണ്ട്, ചിലപ്പോൾ പറയാറുമില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഇന്ന് മീൻ കറിയായ നാളെ ബീഫ് കറി ആകാൻ പറ്റുള്ളൂ. മറ്റന്നാൾ വന്നിട്ട് എന്താണ് പറയുക, കൂണ് കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പാറോ ചോറൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ എന്നും വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ നല്ല നല്ല ആളുകളായിട്ട് വന്നിട്ട് ലൈക്കും ഷെയറും കമൻറ്റും നമ്മുടെ വീഡിയോസ് വൃത്തിയായി കാണുക. അപ്പോൾ ഓക്കെ ബൈസ്.